ഉണ്ണി മുകുന്ദന്റെ നായകനാക്കി ഹനീഫ് അദാനി സംവിധാനം ചെയ്ത മോസ്റ്റ് വയലന്റ് സിനിമയായ മാർക്കോയിലെ ഹിഡൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അൺകട്ട് വെർഷൻ ഇറക്കുമെന്ന് വിചാരിച്ചിരുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ തിയേറ്ററിൽ ഇറക്കിയതിൽ നിന്ന് 3 മിനിറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇറക്കിയത്. ഇനി നേരെ ഹിഡൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ മാർക്കോ എങ്ങനെ അഡാട്ട് കുടുംബത്തിലെത്തിയെന്ന് പാട്ടിൽ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ പേര് കാണിക്കുന്നത് ലോർഡ് മാർക്കോ. ബ്രിട്ടീഷുകാർക്കിടയിലുള്ള ഒരു പേരാണ് ലോർഡ് അഥവാ യജമാനൻ അല്ലെങ്കിൽ പ്രഭു എന്നൊക്കെ വിളിക്കുന്നതാണ് ലോർഡ്. ഈ ലോർഡ് മാർക്കിന്റെ മകനാണ് പീറ്റർ ഡി മാർക്കോ. ഈ പീറ്റർ ഡി മാർക്കോയുടെ മക്കളാണ് ജോർജ്, ആൻസി, വിക്ടർ. നാലാമത്തത് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിൽ മാർക്കോ എന്ന് എഴുതിയിട്ടില്ല. എങ്ങനെയാണ് മാർക്കോ അതിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പീറ്റർ ഡി മാർക്കോയുടെ വിശ്വസ്തനായ സൈമൺ എന്ന ആളുടെ മകൻ, അല്ലെങ്കിൽ പീറ്റർ ഡി മാർക്കോയുടെ ഈ മക്കൾക്കറിയാത്ത വേറൊരു പുത്രൻ. ആ പുത്രനെ വളർത്താൻ കൊടുത്തിരിക്കുന്നത് സൈമന്റെ കയ്യിലാണ്. ഈ സൈമൺ പീറ്റർ ഡി മാർക്കോയുടെ ഗോൾഡ് കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് പാമ്പ് പോലെ വന്ന ഒരു വില്ലൻ മാർക്കോയുടെ സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ വളർത്തച്ഛനെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രതികാരമായിട്ട് മാർക്കോ ആ വില്ലനെ കൊല്ലുന്നുണ്ട്. അവിടെ നിന്നാണ് പീറ്റർ ഡി മാർക്കോ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് മാർക്കോ അഡാട്ട് കുടുംബത്തിലെത്തുന്നത്. ഇവരുടെ ഫാമിലി ട്രീ എൻഡ് ചെയ്യുന്നത് മാർക്കോയിലൂടെയാണ്. വാസിമിനെ കൊല്ലുന്ന ഈ സീനിൽ തന്നെ യൂട്യൂബറിന്റെ വണ്ടി അവിടെ കിടക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പാട്ടിൽ ഒരു സിംഹത്തിന്റെ തല കാണിക്കുന്നുണ്ട്. അതേ സിംഹത്തിന്റെ തല തന്നെ അഡാട്ട് കുടുംബത്തിലും ഉണ്ട്. ഇതിൽ ജോർജിന്റെ അടുത്തിരിക്കുന്ന ഒരു ചിത്രം കാണാം. അതിൽ വയസ്സായ ഒരാളുടെ ഫോട്ടോയാണ്. ഒന്നുകിൽ അത് ലോർഡ് മാർക്കോ അല്ലെങ്കിൽ പീറ്റർ ഡി മാർക്കോ ആയിരിക്കാം. ഈ സീനിൽ ദേവരാജിന് കണ്ടെയ്നറിന്റെ അകത്തിട്ട് കൊല്ലുന്നതായിട്ട് കാണാം. അതിന്റെ അടുത്ത ഷോട്ടിൽ ക്യൂബ്സിന്റെ കണ്ടെയ്നറും കാണാം. ഇത് മറ്റാരുടെയും കണ്ടെയ്നർ അല്ല, ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഷെരീഫ് മുഹമ്മദിന്റെ കണ്ടെയ്നറാണ്. ഷെരീഫ് മുഹമ്മദിന് ക്യൂബ്സ് എന്റർടൈൻമെന്റ് അല്ലാതെ ലോജിസ്റ്റിക്സ് കമ്പനിയും ഉണ്ട്. ഈ സീനിൽ റസൽ അൻവറിന്റെ ഇടത്തെ കൈ വെട്ടുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടായിരിക്കും ഇടത്തെ കൈ വെട്ടിയിരുന്നത്? കാരണം അൻവർ ഒരു ഇടത്തെ കൈന്നായിരുന്നു. ആദ്യവർ അറിഞ്ഞത് മാർക്കോയും അൻവറും കൂടെ ക്ലബിൽ പോകുന്ന സമയത്തായിരുന്നു. അപ്പോൾ ദേവരാജ് റസലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും അൻവർ ഒരു ഇടത്തെ കൈനാണ്. ഈ സീനിൽ ടോണി ഒരു വില്ലനോട് മുട്ടിൽ എഴിഞ്ഞു വരാൻ പറയുന്നുണ്ട്. ടോണി ഒരു ബൈസെക്ഷലും ആണെന്ന് ഇതിൽ പറയാതെ പറയുന്നുണ്ട്. ഈ സീനിൽ കാണാൻ ടോണി സൈറസിനെ കുറിച്ച് റസലിനോട് പറയുന്നത്. സൈറസ് പവർ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ബുദ്ധി ഉപയോഗിക്കാറില്ല. അങ്ങനെ പോകരുതെന്ന് റസലിനോട് ടോണി പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് അവസാനം സൈറസ് വീട് കയറി ആക്രമിക്കുമ്പോൾ മാർക്കോയെ വെറുതെ വിടുന്നത്. ഈ സീനിൽ വിക്ടറിന്റെ പെർഫ്യൂം ലാബ് കാണിക്കുന്നുണ്ട്. അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം മാർക്കോ ആയിട്ടുള്ള പിക്ചർ. ടോണിയുടെ വിരലിൽ നോക്കിയാൽ കാണാം പാമ്പിന്റെ ചിഹ്നമുള്ള ഒരു മോതിരം. ഈ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടെ നിന്ന് ചതിക്കുന്നവരായിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ പാട്ടിൽ തന്നെ വില്ലനെ പാമ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ സീനിൽ വില്ലന്മാർ വീട് കയറി ആക്രമിക്കുമ്പോൾ മാർക്കോ മരിയെ പിടിച്ച് അലമാരക്കത്ത് ഒളിപ്പിക്കുന്നത്. അടുത്ത സീനിൽ കാണാം മരിയയുടെ കയ്യിൽ ഒരു തോക്ക്. ഈ തോക്ക് എങ്ങനെ വന്നെന്ന് ഇതിനു മുമ്പുള്ള സീനിൽ കാണിക്കുന്നുണ്ട്. ഈ പാട്ട് സീനിൽ മരിയയ്ക്ക് മേശയ്ക്കകത്ത് നിന്ന് തോക്ക് കിട്ടുന്നുണ്ട്. ആ തോക്ക് നേരെ അലമാരയിൽ ഒളിപ്പിക്കുന്നുണ്ട്. ആ തോക്കാണ് വെടിവെക്കാൻ ഉപയോഗിക്കുന്നത്. ഈ സീനിൽ സൈറസ് മാർക്കോയെ ആക്രമിക്കാൻ വരുമ്പോൾ സൈറസിനെ കണ്ട് മാർക്കോ ഞെട്ടുന്നുണ്ട്. ഇതിന് കാരണം ഒന്നുകിൽ മാർക്കോയ്ക്ക് മുൻപേ സൈറസിനെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ മാർക്കോ ചെറുപ്പത്തിൽ കൊന്ന ആളിന്റെ മകനായിരിക്കാം സൈറസ്. ഈ അവസാനത്തെ ഫൈറ്റിൽ മാർക്കോ ഒരാളുടെ തല വെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഈ തല കണ്ട് സൈറസ് ഞെട്ടുന്നുണ്ട്. ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത് റിയാസ് ഖാന്റെ തലയായിരിക്കുമെന്നാണ്. എന്നാൽ റിയാസ് ഖാന്റെ തലയല്ല. ഇപ്പോൾ ഇറക്കിയ ഡിലീറ്റഡ് സീനിൽ റിയാസ് ഖാൻ ഉണ്ട്. റിയാസ് ഖാൻ ഒരു പോലീസ് വേഷത്തിലാണ് എത്തിയിരിക്കുന്നത് ഈ സിനിമയിൽ. ഈ ഡിലീറ്റഡ് സീൻ ഒഴിവാക്കിയത് എന്തായാലും നല്ല കാര്യം തന്നെ. എഡിറ്റർക്ക് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാനുണ്ട്. ഇതുവരെ കണ്ട മാർക്കോയിൽ നിന്ന് വ്യത്യാസമായിരുന്നു ഈ ഡിലീറ്റഡ് സീനിലെ മാർക്കോയിലുള്ളത്. ഏതു നേരവും ഡിഫൻഡറിൽ പോകുന്ന മാർക്കോ സ്കൂട്ടറിൽ പോയപ്പോൾ ആ ഫ്ലോ അങ്ങ് പോയി. ശരിക്കും ഈ സീൻ കണ്ടപ്പോൾ എനിക്കൊരു കലിപ്പനയും കാന്താരിയുമാണ് ഓർമ്മ വന്നത്. ഈ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് തൊട്ടാണ് മരിയയ്ക്ക് മാർക്കോയോട് പ്രേമം തോന്നുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ അടി ഉണ്ടായത് കൊണ്ടാണ് എൻഗേജ്മെന്റ് കഴിച്ച് നല്ല നടപ്പിനായി ഇറ്റലിയിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇതുപോലെ ഇനിയും ഡിലീറ്റഡ് സീൻസ് ഇറക്കുമെന്ന് കരുതുന്നു. ഈ സിനിമയിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമാണ് കബ്രാൽ ഹീദർ 616 ഗോൾഡ്, അതായത് അഡാട്ട് കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്ത്. ഇതിനു വേണ്ടിയാണ് ടോണി വിക്ടറിന്റെ കുഞ്ഞിനെ വരെ തട്ടിക്കൊണ്ടു പോകുന്നത്. എല്ലാവർക്കും കണ്ണുള്ള ഒരു സാധനമാണ് കബ്രാൽ ഗോൾഡ്. ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിൾ, അതാണ് ഈ കബ്രാൽ ഗോൾഡിന്റെ ചിഹ്നം. മിക്ക സീനിലും എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. ടോണിയുടെ ഫാക്ടറിയിലും മാർക്കോ കൊടുക്കുന്ന ഗിഫ്റ്റിലും ടോണിയുടെ കയ്യിലുള്ള മോതിരത്തിലും അവസാനം വരുന്ന വില്ലന്റെ കയ്യിലും. ഈ അവസാനം വരുന്ന വില്ലൻ ഒന്നുകിൽ ടോണിയുടെ മറ്റൊരു മകനായിരിക്കാം, കാരണം ടോണിയുടെ കയ്യിലുള്ള അതേ മോതിരമാണ് ഈ വില്ലന്റെ കയ്യിലും. റൂമറുകൾ അനുസരിച്ച് മാർക്കോ 2-ലെ ഈ വില്ലൻ ചിയാൻ വിക്രം ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. വില്ലൻ വരുന്ന വണ്ടിയുടെ ഈ നമ്പർ ശ്രദ്ധിച്ചാൽ കാണാം 144 1D എന്ന് തുടങ്ങുന്ന ഈ വണ്ടി നമ്പറുകൾ രജിസ്ട്രേഷൻ ചെയ്തത് അയർലൻഡിലാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ.